ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എൻ്റെ ആദ്യത്തെ റിക്വസ്റ്റ് എന്നുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റിലും പിന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോക്ക് ഒരു 2.5K വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു മിനി നോട്ട്ബുക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഐവറി ഷീറ്റ് എടുത്തിട്ട് ഈ സെൻറ്റിമീറ്ററിലൊക്കെ ഈ മെഷർമെൻറ്റിലൊക്കെ സെൻറ്റിമീറ്ററൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ചുട്ട ഉണ്ടാക്കി കൊടുക്കാനാണ്. എന്നിട്ട് അതിന് നമ്മൾ ചുട്ടയ്ക്ക് നമ്മൾ കവറിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിങ്ക് പേപ്പർ എടുത്തിട്ട് ഞാൻ കവറൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ ഭാഗം വൃത്തികേടാവാതിരിക്കാൻ വേണ്ടി വേറൊരു പേപ്പർ എടുത്തിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളിൽ. അങ്ങനെ നമ്മുടെ ചുട്ട റെഡിയായി. ഇനി അടുത്തത് നമുക്ക് നമ്മളെ പേജാണ് സെറ്റാക്കണത്. അതിന് 1-2 ബോണ്ട് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ മടക്കാം. അപ്പോൾ ഇഷ്ടംപോലെ ബോണ്ട് പേപ്പർ എടുത്ത് തന്നാലേ ഇത്തിരി ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 2 പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കി ഈ ഒരു പരുവത്തിലാക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക നമ്മൾ കത്രിക കൊണ്ടിട്ടേ. എന്നിട്ട് അപ്പുറം ഇതുപോലത്തെ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളെ ബുക്കിലോട്ട് അറ്റാച്ച് ചെയ്യാം, ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ സംഭവം സെറ്റായിട്ടുണ്ട്, നമ്മളെ നോട്ട്ബുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യൂട്ട്നെസ്സും കൂടി കുറച്ച് വേണ്ടേ, എന്നാലല്ലേ ആൾക്കാർ മൈൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് ഒരു പൂച്ചക്കുട്ടീനെ ഉണ്ടാക്കാൻ പോണത്. ഈ പൂച്ചക്കുട്ടീനെ ഉണ്ടാക്കിയിട്ട് നമുക്കതിനെ വെട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിക്കർ ഉണ്ടാക്കാനായിട്ടുള്ള മെനക്കേടില്ല, അതുകൊണ്ട് ഞാൻ പശ തന്നെ ഒട്ടിച്ച് വെച്ചു. പശ ഉണ്ടല്ലോ, പിന്നെ എന്തിനും സ്റ്റിക്കർ ഉണ്ടാക്കണം. എന്നിട്ട് അതിന് നമ്മൾ അലങ്കാര പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ നോട്ട്ബുക്ക് സെറ്റായിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.